ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മളിന്നൊരു പ്രോൺസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ചെമ്മീൻ കൊച്ചുള്ളി റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മളിത് സവാളയിലാണ് ചെയ്യുന്നത്. സവാള ചെയ്യുന്ന സമയത്ത് ഇതിന് ചെറിയൊരു മധുരമൊക്കെ കാണൂലേ. അപ്പൊ നമ്മൾ ഈ കൊച്ചുള്ളി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ്. സവാള കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടും ഈ ഒരു കൊച്ചുള്ളി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ 250 ഗ്രാം ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ ബൗളിലേക്ക് ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് പിന്നെ മസാലകളോടുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 30 മിനിറ്റ്, അതായത് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പം കുറച്ച് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ നാരങ്ങ നീരോ അല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനെഗറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഞങ്ങളൊക്കെ സാധാരണ ഇതിന് കൊഞ്ചെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കുമല്ലോ പറയുന്നത്. അപ്പം ചെമ്മീനെന്നും കൊഞ്ചെന്നും ഒക്കെ വിളിപ്പേരുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണ് ഇതല്ലേ ഇത്. അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോയിലെല്ലാം നമുക്ക് ചെമ്മീൻ എന്ന് തന്നെ പറയാം, കാരണം കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണല്ലോ പറയാറ്. അപ്പൊ നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഈ ഒരു ചെമ്മീൻ ഇട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും നമ്മളുടെ ഈ ഒരു ചെമ്മീനും കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ ചെമ്മീനൊന്നും അല്ല, ചെറുതാണ്. അപ്പൊ ഒന്നും കൂടി അത് ഫ്രൈ ആയി വരുമ്പോഴത്തേനും അത് ഒന്നും കൂടി അങ്ങ് ചെറുതാവും. നമുക്കറിയാലോ, നല്ല അങ്ങ് ചുരുങ്ങിപ്പോവും. അപ്പം നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ചെമ്മീനാണ്. അപ്പൊ അതാണ് നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകേണ്ട അവസ്ഥയൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് നമ്മൾ ആക്കി എടുക്കണ്ട. കാരണം നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പം നല്ല രീതിയിലൊന്ന് വെന്ത് അതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പം ഇപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടുള്ളത് കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാൻ പാടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് 2 സൈഡും നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് അങ്ങ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ പ്രോൺസ് വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പൊ ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കി റോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി അപ്പൊ ഞാൻ കുറച്ച് വലിയ വെളുത്തുള്ളി അല്ലിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് 3-4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കാം കേട്ടോ. അപ്പം ഇത് നമുക്ക് ചോപ്പ് ചെയ്തിലേക്ക് ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് സോട്ടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്കൊരു 10-25 കൊച്ചുള്ളി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റി എടുക്കണം. അപ്പൊ ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ചെമ്മീനുള്ള ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റാനായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കൊച്ചുള്ളി നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട്. നമ്മളപ്പോ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറന്നു പോയില്ല. അപ്പൊ ഇപ്പൊ നന്നായിട്ട് തന്നെ നമ്മൾ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നല്ല രീതിയിൽ അതിന്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഈ പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോയില്ല. ഫ്ലെയിം ലോ ആക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഈ പൊടികൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റേ മാറിപ്പോകും. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന റോസ്റ്റിന് അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൊടി ഒരിക്കലും കരിയരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല രീതിയിൽ അത് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞൊരു മീഡിയം സൈസ് തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഈ തക്കാളി
ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും ഒരുവിധം ആ ഒരു ആവിയിലിരുന്ന് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളൊരു 1/2 കപ്പ് വെള്ളത്തോളം ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കിയിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിടന്ന് ആ ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ കുറച്ചും കൂടി ഒന്ന് വെന്ത് സെറ്റായി വരുമ്പോഴത്തേനും നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല രീതിയിൽ തിളച്ച് കുറുകി അന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് അങ്ങ് പറ്റിക്കാനായിട്ട് നിൽക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഒരുപാട് അങ്ങ് പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അതും കൂടി ഇട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അത് പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ വരെ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഓൾറെഡി മുളക് പൊടി നമ്മൾ ചെമ്മീനിലും അതുപോലെ തന്നെ നമ്മുടെ മസാലയ്ക്കകത്തും ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. എന്നാലും ഇത് സെറ്റ് ആയുള്ളൂ. നമ്മുടെ ചെമ്മീനകത്ത് ആ ഒരു ടേസ്റ്റ് ഒക്കെ നമ്മുടെ മസാലയിലൂടെ പിടിക്കണമല്ലോ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഈ ചെമ്മീനൊന്ന് ഇതൊന്ന് നമുക്ക് മൊത്തത്തിൽ അടച്ചു വെച്ച് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. അപ്പൊ നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിനു ശേഷമാണ് നമ്മൾ ഇനി അടച്ചു വെച്ച് വേവിക്കാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് ടൈമൊന്നും നമുക്കൊന്ന് ഇതാക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഇളക്കി നമ്മൾ ഓൾറെഡി ഇതൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി ഒഴിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ എന്റെ കുഞ്ഞിലെ ഉണ്ടല്ലോ ഇതുപോലെ എന്റെ ഉമ്മയുടെ ഉമ്മ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി തരുവേ. അത് കൂട്ട് നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും. പക്ഷെ കുഞ്ഞിലെ നമുക്ക് ഇതിന്റെ റെസിപ്പി ഒന്നും ചോദിച്ചു നോക്കാന്നുള്ള ചിന്തയില്ലല്ലോ. പക്ഷെ വലുതായപ്പോഴത്തേനും ഈ റെസിപ്പിയൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റ് അപ്പോഴും നാവ് നിൽക്കുമ്പോൾ റെസിപ്പി ചോദിക്കണമെന്നും പറഞ്ഞ് ചെല്ലുമ്പോഴത്തേനും ഉമ്മായിക്ക് അത് പറഞ്ഞു തരാനുള്ള ആ ഒരു മൈൻഡ് മാറിപ്പോയിട്ടോ. അത്രയ്ക്കും പ്രായം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മളോടൊപ്പം ഉമ്മ ഇല്ലെങ്കിലും ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ ആദ്യം ഓർമ്മ വരുന്നത് ഉമ്മയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ടേസ്റ്റ് ഇതുവരെ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഉമ്മ കൊച്ചുള്ളി കൊണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ ഫുഡ് കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മുടെ മനസ്സ് കീഴടക്കി ഒരുപാട് പേരുണ്ടാവൂലേ. അപ്പൊ നമ്മുടെ ഒപ്പം അവരില്ലെങ്കിലും നമ്മൾ ചില സമയങ്ങളിൽ ചില ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവരറിയാതെ ഓർത്തു പോകും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ വരുന്നവർ ബൈ.